ഹായ് ഹലോ. അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു വളരെ സ്പെഷ്യലായ ഒരു സ്ഥലത്താണ്. ചിന്തിച്ചു പോകാം, ഒന്ന് ഗസ് ചെയ്യാമോ ഞാൻ എവിടെയാണെന്നുള്ളത്? ഞാനുള്ളത് എന്റെ സ്വന്തം യൂണിവേഴ്സിറ്റിയിലാണ്. ഞാനിപ്പോ ഇരിക്കുന്നത് മഹാരാജാ സയാജിറാവ് യൂണിവേഴ്സിറ്റി, എന്റെ സ്വന്തം കോളേജാണ്. പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം എന്റെ ഫീൽഡ് ഡാൻസ് ആണ്, ക്ലാസിക്കൽ ഡാൻസ്. എന്റെ ബേസ്, എന്റെ എന്തുണ്ടെങ്കിലും ഞാൻ ഈ യൂണിവേഴ്സിറ്റി നിന്നാണ് പഠിച്ചിരിക്കുന്നത്. 9 years ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേയും കാട്ടി ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി വരെ, പിന്നെ ലൈബ്രറിയില്, അങ്ങനെ എല്ലാം കൂടി നോക്കാൻ പോകുമ്പോൾ ഏകദേശം ഈവനിങ് ഒരു 7 വരെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. വീട്ടിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പോയാലായി. കുറെ ഓർമ്മകളുണ്ട്. എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്റെ ഈ ഡാൻസിന്റെ ഫീൽഡിൽ മോസ്റ്റ്ലി എല്ലാം ഇവിടുന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും നമുക്ക്. ബിക്കോസ് ഫുൾ ടൈം ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണല്ലോ. മമ്മിക്കൊക്കെ ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഒരു മെത്തയും കിടക്കയായിട്ട് അവിടെ തന്നെ പൊക്കോ, അവിടെ ഉറങ്ങിക്കോ. മമ്മി ഇങ്ങനെയൊക്കെ പറയും. ബിക്കോസ് നമ്മളൊരു 8 മണിക്ക് രാവിലെ വന്നിട്ട് രാത്രി 7 മണിക്കൊക്കെ ഞാൻ തിരിച്ചു വീട്ടിൽ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. ഇറ്റ്സ് വെരി പീസ്ഫുൾ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയില് നിങ്ങൾ കാണുന്നത് എന്റെ യൂണിവേഴ്സിറ്റി, എന്റെ കോളേജ് ആയിരിക്കും. ഏട്ടനെയും കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഈ കോളേജ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്തേക്ക് കാണാം. പ്രിയപ്പെട്ട സ്ഥലം കാണാനായിട്ട് നിങ്ങൾ എല്ലാവരെയും എന്റെ കൂടെ കൂട്ടുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങളിവിടെ ചെയ്ത പ്രോഗ്രാംസിന്റെ കട്ട്ഔട്ട്സ് ആണ്. നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, അതിനകത്തെ ന്യൂസ് പേപ്പർ കവറേജിലാണ് ഇതെന്റെ ഞാൻ. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വീണ്ടും കോളേജിൽ റീജോയിൻ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. ഗുഡ് 9 years. 9 years ഒന്നും ആർക്കും ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഭാഗ്യം കിട്ടിയിട്ടൊന്നും എനിക്ക് അറിയില്ല. സ്കൂൾ ടൈം മുതലേ ഞാൻ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ഏട്ടനോട് എപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടല്ലേ. ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലേസ് ആണ്, ഓപ്പൺ തിയേറ്റർ ആണ്. ഇവിടെ നമ്മള് നവരാത്രിയും ഗർഭയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും, നവരാത്രി സമയത്തൊക്കെ ഡ്രാമ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം. അപ്പം അവിടെ ഇതൊരു പ്ലേ ഒക്കെ റിഹേഴ്സൽ ചെയ്യും. നമ്മളിവിടെ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോയില് ഭയങ്കര ഒച്ചത്തിലൊക്കെ അവർക്ക് ചെയ്യാനായിട്ട്, പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ ഇത് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഗർഭ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും ഓപ്പണില്. एकदम मजे में. आप कैसे हो? बस बहुत बढ़िया. आप कैसे? बहुत बढ़िया. आप अभी तो क्या कर रहे थे? मास्टर, अभी तो वोकल में बैठा था मैं. मास्टर्स चल रहा है ना? എന്റെ ജൂനിയർ ആയിരുന്നു मेरे हस्बैंड. हाँ, मैं आपकी शादी में बजाने आ गया. हाँ हाँ ഉണ്ടായിരുന്നു. और कैसा चल रहा है सब? बहुत मस्त. कल संजू साहिब जी का वर्कशॉप था. ഇവിടെ ഞാൻ വരുന്നത് ആക്ച്വലി ഞാൻ പ്രൈവറ്റിൽ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു കിന്നരി മാമിന്റെ അടുത്ത്. അപ്പം ഏകദേശം ഒരു 5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പഠിച്ചു തുടങ്ങി ഡാൻസ് കിന്നരി മാമിന്റെ അടുത്ത്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 6th കഴിഞ്ഞപ്പോ കറക്റ്റ് ഞാൻ തന്നെ പപ്പ വന്നിട്ട് എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് ടീച്ചറിനോട് ചോദിച്ചു, ഇത് പ്രൊഫഷണലി എടുക്കാൻ വല്ല മാർഗം ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോഴാണ് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം കിന്നരി മാം പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ നമ്മൾ ഭരതനാട്യം ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. സ്കൂളിന്റെ കൂട്ടത്തിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം, അതായത് പോയിക്കൊണ്ടിരിക്കാം സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ ഇവിടെ നമ്മൾ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി ഡിപ്ലോമയ്ക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഫൈനലി ഞാനിവിടെ 4 years ഡിപ്ലോമ ചെയ്തു. 10th കഴിഞ്ഞപ്പോ എന്റെ കഴിഞ്ഞു ഡിപ്ലോമ. പിന്നെ ഒരു 11th and 12th ഞാൻ വീണ്ടും ഇവിടെ വരും കേട്ടോ. ഞാൻ ഇടയ്ക്ക് പ്രാക്ടീസിനൊക്കെ ദീദി പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നും പോയി നിൽക്കും. 12th കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ഇവിടെ എത്തി ഡിഗ്രി ചെയ്യാൻ. അങ്ങനെ വിട്ടുപോകത്തില്ല. അങ്ങനെ 3 വർഷം ഞാൻ ഡിഗ്രി ചെയ്തു. അപ്പോഴത്തേക്കിനും ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാരും ഞാനുമായിട്ട് ഫെമിലിയർ ആയി. എല്ലാവർക്കും എന്നെ അറിയാം. ബിക്കോസ് 4 വർഷം ഇവിടെ കിടന്ന് സെയിം ടീച്ചേഴ്സ് ആണ്. എന്റെ ഡിപ്ലോമയ്ക്ക് പഠിപ്പിച്ച ദീദിമാരാണ് സ്മൃതി ദീദി, അമി ദീദി. ബാച്ചിലേഴ്സിലും എന്നെ പഠിപ്പിച്ചു, 2 പേരും മാസ്റ്റേഴ്സിലും പഠിപ്പിച്ചു. അപ്പൊ അവരും ഞാൻ വിട്ട് പിരിഞ്ഞിട്ടേ ഇല്ല, മാസ്റ്റേഴ്സ് വരെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ടോട്ടൽ 4 years ഡിപ്ലോമ, 3 ബാച്ചിലേഴ്സ്, 2 മാസ്റ്റേഴ്സ്, 9 years ഈ കാണുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം നമ്മൾ ഇതായിരിക്കും എന്നുള്ളത്. ഈ കാണുന്ന എല്ലാം വോക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പം എല്ലാ ദിവസവും ഏകദേശം ഒരു 1.5 മണിക്കൂർ എല്ലാ വർഷത്തെ പിള്ളേരെയും കൂടി ഗ്യാദർ ചെയ്യും, അതായത് വോക്കൽ പിള്ളേരെ. എന്നിട്ട് എല്ലാ ടീച്ചേഴ്സും ഒരു ക്ലാസ്സിനകത്ത് എല്ലാരെയും ഗ്യാദർ ചെയ്തിട്ട് റിയാസ് ചെയ്യിപ്പിക്കും.
എന്റെ കോൺസെർട്ട് ഹാൾ, ഫീലിംഗ് പീസ്ഫുൾ. ഇതെന്റെ കോളേജിലെ കോൺസെർട്ട് ഹാളാണ്. മൈ 9 years ഇൻ ദിസ് കോളേജ്. സെക്കൻഡ് ഹോം ഒന്നല്ല, ഞാൻ ഫസ്റ്റ് ഹോം എന്ന് തന്നെ പറയും. ബിക്കോസ് മാക്സിമം സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നത്, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ഹാളിൽ വന്ന്, ഈ കോളേജില്, എൻ്റെ കോളേജില് ഇതാണ്. പക്ഷേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ്, എൻ്റെ കോൺസെർട്ട് ഹാൾ. എന്ത് പറയണം എന്നറിയില്ല, ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇമോഷണൽ ആവും. മാസ്റ്റേഴ്സ് വരെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. 4 വർഷം ഡിപ്ലോമ, പിന്നെ 11th കഴിഞ്ഞപ്പോൾ 12th കഴിഞ്ഞപ്പോൾ ഡിഗ്രി, ബാച്ചിലേഴ്സ് 3 വർഷം, പിന്നെ മാസ്റ്റേഴ്സ് 2 വർഷം. എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇതൊക്കെ ചേഞ്ച് ചെയ്തു. ഫ്ലോർ ഒക്കെ വുഡ് ആയിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോൺസെർട്ട് ഹാൾ. ഇത് ഞങ്ങൾ ടീച്ചേഴ്സ് ഇരിക്കുന്നതാണ്. ഇത് ശരിക്കും CV ചന്ദ്രശേഖർ സാറായിരുന്നു ഇവിടുത്തെ ഡീൻ. കുറെ വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്. ഇവിടെയായിരുന്നു സാർക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ കൈമാറി ഇപ്പൊ പുതിയ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എന്റെ പ്രൊഫസറായിരുന്നു സ്മൃതി ദീദിയും അമി ദീദിയും, മറക്കാൻ പറ്റാത്ത ടീച്ചേഴ്സും. അറിയില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, അതായത് ഇനി എത്ര ജനറേഷൻ കൈമാറി വന്നാലും ഇവിടെ ഞങ്ങളൊക്കെ പ്രിവിലേജ് ആണ്. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഞാൻ സെന്ററിൽ തന്നെ ഉണ്ട് മോഹിനിയാട്ടം വേഷത്തില്. ഇത് ആക്ച്വലി ഇവിടെ മോഹിനിയാട്ടം പഠിപ്പിക്കത്തില്ല, പക്ഷേ യെസ്, ഇവിടെ ഒരു പ്രോഗ്രാം വന്നിരുന്നു മിനിസ്റ്ററിന്റെ. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു മോഹിനിയാട്ടം ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ സെലക്ടഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കളിച്ചപ്പോ അന്നൊരു ഫോട്ടോ എടുത്തു. അപ്പം സ്മൃതി ദീദി അന്ന് ഒട്ടിച്ചതാണ്. ഇത് കളയാൻ സമ്മതിച്ചിട്ടില്ല ആരെയും. മാക്സിമം സമയം ഞാൻ ഇവിടെ ചെലവഴിക്കുന്നത്. ക്ലാസ് ഏകദേശം 2 മണി വരെ ഉണ്ടാവും. 2 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിട്ടും. ആർക്കും അറിയാം ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ കിട്ടും. ഇവിടെ മേളിലൊക്കെ ഡ്രാമ ഡിപ്പാർട്ട്മെന്റാ. ഡ്രാമയുടെ ഹാളും ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. നമുക്ക് മേളിൽ കയറാവുന്ന കാണാം, നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഇവിടുന്ന. ഡിപ്പാർട്ട്മെന്റ് ആണ്. സിത്താറും ഉണ്ട് ഇവിടെ. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്സിൽ നമുക്ക് വയലിൻ ഉണ്ട്, സിത്താറുണ്ട്, തബലയുണ്ട്. ഇതായിരുന്നു എൻ്റെ 3rd ഇയറിന്റെ ബാച്ചിലേഴ്സിന്റെ ക്ലാസ് റൂം. ഇവിടെ അമിതിഥി ആയിരുന്നു ക്ലാസ് ടീച്ചറൊക്കെ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ല, കുറെ വർഷമായി ഞാൻ ഉള്ളപ്പോ റെനോവേറ്റ് ചെയ്തതാ ക്ലാസ് ഒക്കെ. ഇതൊരു ഹിഡൻ വഴിയാണ്. അകത്തേക്ക് ഞങ്ങൾ തിയറി ക്ലാസ്സസ് ഒക്കെ നടക്കും. സമാധാനമായിട്ടിരുന്ന് പഠിക്കണമെങ്കിലൊക്കെ ബാക്കിലൊരു റൂം ഉണ്ട്, അവിടെ പോയിരുന്ന് പഠിച്ചാൽ മതി. ചില സ്ഥലങ്ങൾ സമയം കടന്നുപോയാലും നമ്മളെ വിട്ടുപോകാറില്ല. ഓരോ വഴിയും ഓരോ ക്ലാസ് മുറിയും ഓരോ കോണും ഓർമ്മകൾ നിറഞ്ഞ ഒരു ലോകം തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങുന്നത്. കൂട്ടുകാരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളും ചിരികളും കുസൃതികളും എല്ലാം ഇന്നും ഇതേ ചുവരുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. 9 വർഷങ്ങൾ, ഒരു ജീവിതകാലം പോലെ തോന്നുന്ന യാത്ര. ഒരു വിദ്യാർത്ഥിനിയായി തുടങ്ങിയ ഈ യാത്ര ഒരു കലാകാരിയായി എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വീണ്ടും ഈ വഴികളിലൂടെ നടക്കുമ്പോൾ കാലം തിരിഞ്ഞു നോക്കുന്നത് പോലെ തോന്നുന്നു. ഓർമ്മകൾ മാത്രം പഴയതാകുന്നില്ല, അവയുടെ സ്നേഹം ഇന്നും അതേപോലെ തന്നെയാണ്. ഇവിടം എനിക്കൊരു വിദ്യാലയം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം. എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു ലോകം.